നമ്മുടെ മാധ്യമ പ്രവർത്തകൻ അഭിലാഷും ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന നിരീശ്വരവാദിയും തമ്മിൽ ഒരു സംവാദം നടന്നു. സംവാദത്തിന്റെ വിഷയം നീതി ആരുടെ ഭാഗത്ത്, ഫലസ്തീനിന്റെ ഭാഗത്തോ അതോ ഇസ്രായേലിന്റെ ഭാഗത്തോ? ഇതിൽ ടോമി എന്ന് പറയുന്ന വ്യക്തി എസൻസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടന എന്ന് അതിൻ്റെ ആളുകൾ തന്നെ ക്ലെയിം ചെയ്യുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഫലസ്തീനിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത് അഭിലാഷും, എന്നാൽ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത് എസൻസിന്റെ മുതിർന്ന നേതാവും എസൻസിന്റെ പ്രതിനിധിയുമായിട്ടുള്ള ടോമിയും ആയിരുന്നു. ആദ്യം വിഷയാവതരണം നടത്തുന്നത് അഭിലാഷ്. ഇസ്രായേൽ പലസ്തീൻ നീതി ആരുടെ ഭാഗത്ത് എന്ന ചോദ്യത്തിന് തന്നെ ഒരു അനീതി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോളോകോസ്റ്റിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിസ്സഹായരായ മനുഷ്യരെ പട്ടിണിക്കിട്ടും ബോംബിട്ടും കൊന്നുകളയുന്ന ഒരു നാരകീയമായ വംശഹത്യ നടത്തുന്ന ആളുകളുടെ ഭാഗത്ത് എങ്ങനെയാണ് നീതി ഉണ്ടാവുക? ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ 21 മാസം കൊണ്ട് 60,000 മനുഷ്യരാണ് ഗാസ എന്ന് പറയുന്ന 365 സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന പ്രദേശത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് റിക്കവർ ചെയ്ത ഡെഡ് ബോഡികളുടെ കണക്കാണ്. അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ മാധ്യമ എക്കണോമിസ്റ്റ് പറയുന്നത് ഇതിനേക്കാൾ ഏറെ മനുഷ്യരോട് മരിച്ചിട്ടുണ്ട്, ആ മൃതദേഹങ്ങൾ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുകയാണ് എന്ന്. കഴിഞ്ഞ ദിവസത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. 18,500 കുഞ്ഞുങ്ങളാണ് 18,500 കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ 21 മാസത്തിനിടെ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 18,500 കുഞ്ഞുങ്ങളെ ബോംബിട്ടും പട്ടിണിക്കിട്ടും കൊന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂടെ നീതി ഉണ്ടാവുമോ? ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ വെസ്റ്റേൺ മീഡിയയെ മാത്രമേ കോട്ട് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് ഉദ്ധരിച്ചത്. വാഷിംഗ്ടൺ പോസ്റ്റ് ആവട്ടെ, BBC ആവട്ടെ, ഗാർഡിയൻ ആവട്ടെ, AP ആവട്ടെ, AFP ആവട്ടെ, റോയിട്ടേഴ്സ് ആവട്ടെ, ലോകത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. BBCയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുഞ്ഞിന്റെ പടമുണ്ട്. മുഹമ്മദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി അമ്മയുടെ തോളിൽ കിടക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു എക്സ്റേ ഷീറ്റിലേക്ക് നോക്കുന്നത് പോലെയാണ്. എല്ലുകൾ എണ്ണി എടുക്കാം. ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശം ഓരോ മണിക്കൂറിലും ഓരോ കുഞ്ഞുങ്ങൾ വീതം കൊല്ലപ്പെടുന്ന പ്രദേശമാണ്. യൂണിസെഫ് ആണ് പറയുന്നത്. ഒരു മണിക്കൂറിൽ ഒരു കുട്ടി വെച്ച് ഒരു ദിവസം ഒരു ക്ലാസ് റൂമിൽ കൊള്ളാവുന്ന കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ 4,500 പേർ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് എന്ന് നോക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമായി ഗാസ മാറിയിരിക്കുന്നു. അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമാക്കി ഗാസയെ മാറ്റിയ ഇസ്രായേലിന്റെ പക്ഷത്ത് എന്ത് നീതിയാണുള്ളത്? ഏത് നീതിയുടെ അളവുകൾ വെച്ച് നിങ്ങൾ ആ നീതി പറയും? വിശന്ന് വലഞ്ഞ് കല്ലുകൾ വയറിനോട് ചേർത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഗാസയിൽ നിന്ന്. ആ ദിവസങ്ങളോളമുള്ള പട്ടിണി സഹിക്കാതെ ക്യൂവിൽ വെയിലത്ത് കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ നീതിയുടെ ഏത് അളവുകൾ വെച്ച് അളക്കും? അഭിലാഷിന്റെ വിഷയാവതരണം മുഴുവനായിട്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ ഇതിൽ കാണിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇതാണ്: പിഞ്ചുമക്കളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന, വെടി ഉയർത്തി കൊല്ലുന്ന, പാവപ്പെട്ട ഉമ്മമാരെയും ഉപ്പമാരെയും മിസൈലുകൾ ഇട്ട് കൊല്ലുന്ന, അവർക്ക് വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടുത്താണോ നീതി എന്ന് ചർച്ച ചെയ്യാൻ പോലും അവകാശമില്ല എന്ന മനുഷ്യത്വമുള്ള ഏതൊരുവനും ചിന്തിക്കുന്ന ഒരു കാര്യം. പക്ഷേ മനുഷ്യത്വമില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാനാ? അങ്ങനെ അഭിലാഷ് ലോകോത്തര മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം അവതരിപ്പിച്ച വിഷയാവതരണത്തിന് ടോമി കൊടുക്കുന്ന മറുപടിയാണ് രസകരം. ഈ കുട്ടികൾ ഫോട്ടോ, പിന്നെ വീഡിയോ ഷൂട്ടുകൾ ചെയ്യുന്നു. പിന്നെ ഈ പട്ടിണി മരണം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നിരുന്നതാണ്. പട്ടിണി മരണം പറഞ്ഞിട്ട് 2-3 ഫോട്ടോ വന്നിരുന്നു. ഇതേപോലെ മറ്റൊരു ചിത്രം വന്നിരുന്നു, ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എഴുതിയ ഒരു ചിത്രമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ പറയുന്ന കുട്ടിയുടെ ഫോൺ നമ്പർ, കുട്ടിയുടെ പിതാവിന്റെ ഫോൺ നമ്പർ വെച്ചിട്ട് ഞാൻ അതുപോലെ ചാറ്റ് ചെയ്യാൻ കാണിക്കാം. അതൊരു ചോദ്യം അദ്ദേഹം പറയുന്നത് പട്ടിണിയൊന്നുമല്ല, കൊച്ചിന് വീറ്റ് അലർജി ആയതുകൊണ്ടാണ് സീരിയസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അത് വെച്ചാൽ ഈ ജെനറ്റിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം കൂടുതലായിട്ടാണ്. അത് ഓർമ്മ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഒന്നും പിന്നെ ദഹിക്കാൻ പറ്റാത്ത കിടക്കും. അതാണ് അതിന്റെ പ്രശ്നം. അത് പട്ടിണിയല്ല. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. പിന്നെ മറ്റൊരു എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മാധ്യമത്തിൽ ദേശാഭിമാനിയിൽ ഒരു ഫോട്ടോ വന്നിരുന്നു. ഗാസയിൽ വംശഹത്യ, അഭയാർത്ഥികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ മയക്കുമരുന്ന് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കൊടുക്കുന്ന 10 പേരെ മരിച്ചു കിടക്കുന്ന ഒരു വാർത്ത. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം നടന്നില്ല. ഇല്ലാത്ത സംഭവത്തിലൊക്കെ എവിടെയാണ് ഫോട്ടോ കിട്ടിയത്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് അവിടേക്ക് മാധ്യമപ്രവർത്തകർ വേട്ടയാണെന്ന് മാധ്യമപ്രവർത്തകർ കേട്ടില്ല. ആരാണ് മാധ്യമപ്രവർത്തകർ കേട്ടത്? ഹമാസാണ് കേട്ടത്. ഹമാസ് അവിടെ അവരുടെ ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത, അവർ അംഗീകരിക്കാത്ത ഒറ്റ മാധ്യമപ്രവർത്തകർ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത് എന്ന് എന്നോട് പറയാമോ? ഇനി മറ്റൊന്ന് പറയുന്നത്, അവിടുത്തെ ആശുപത്രികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ കുറേ കുട്ടികളുടെ നേരത്തെ വെച്ചിരുന്ന ഫോട്ടോ വന്നു. സത്യം എനിക്ക് കണ്ടു വല്ലാത്ത തോന്നി. 6 നവജാത ശിശുക്കൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഒരു ടേബിളിൽ നേരത്തെ വെച്ചിരിക്കുകയാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഓക്സിജൻ കിട്ടാതെയാണ് മരിച്ചത്. കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാതെ എത്ര സമയം പിടിച്ചിരിക്കും? 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. ഈ കുട്ടികൾ മരിച്ചത് 2 ആഴ്ച 3 ആഴ്ചയുടെ ഇടവേളയാണ്. അപ്പോൾ ഈ 3 ആഴ്ചയുടെ കിടക്ക് മരിച്ച കുട്ടികളുടെ മൃതദേഹം 6 പേരുടെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ഇത് പ്രൊപ്പഗൻഡയായിട്ട് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ഒരു സഹാനുഭൂതി, നമ്മുടെ ഒരു മനുഷ്യനുള്ള കരുതലും കാരണം നമ്മളൊക്കെ വിശ്വസിച്ചു പോകും. ഈ മറ്റൊരു പത്രത്തിലുണ്ടായിരുന്നു, ഭക്ഷണം വാങ്ങാൻ വന്നിരിക്കുന്ന ആളുകളെ വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് സംഭവം. അതിന്റെ ഫോട്ടോയാണ് കൊച്ചു കുട്ടികളെ ഈ സ്റ്റീലിലെ പാത്രം വെച്ച് നീട്ടിരിക്കുന്ന പടമാണ്. അവിടെ കൊടുക്കുന്ന പയർനെഞ്ചൊന്നുമല്ല, അവിടെ കൊടുക്കുന്നത് എന്താ അറിയോ? 50 അഡൽട്ട് മീലുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ബോക്സാണ് കൊടുക്കുന്നത്. അതിന്റെ പാസ്തയുണ്ട്, നൂഡിൽസ് ഉണ്ട്, കടലുണ്ട്, ടിൻ ഫിഷ് ഉണ്ട്, പ്രോട്ടീൻ സ്പ്രെഡ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്. ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന 50 അഡൽട്ട് മീലുകൾ അടങ്ങിയ ഒരു ബോക്സാണ് കൊടുക്കുന്നത്. ഈ ബോക്സ് വെക്കാൻ കുട്ടികൾ പാത്രം കൊടുക്കുന്നത്. അതായത് ഇത്തരം ചിത്രങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉണ്ടാകുന്ന ഒരു വികാരം കാണിച്ചുകൊണ്ട് അതിനെ മുതലെടുക്കുക എന്നുള്ള പരിപാടിയാണ്. മറുപടി എന്താ? ഒക്കെ പ്ലാനിങ്ങാ. പാവപ്പെട്ട പിഞ്ചു മക്കൾ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് അവരുടെ മുഖഭാവം പോലും മാറി കരയുന്ന 1-2 വീഡിയോ അല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ലോകോത്തര മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് വീഡിയോകൾ. ഒക്കെ പ്ലാനിങ്, എല്ലാം പ്ലാനിങ്. അവിടെ പട്ടിണിയൊന്നുമില്ല. നല്ല മന്തിയും പിന്നെ നല്ല ബിരിയാണി ഓൽക്ക് ദിവസം കിട്ടുന്നുണ്ട്. ഓൽക്ക് നല്ല വലിയ ബോക്സ് കിട്ടുന്നുണ്ട്. അവർക്കതിൽ കുടിക്കാനും തിന്നാനൊക്കെ ഉള്ള ഭക്ഷണമുണ്ട്. എന്താണ് അവിടുത്തെ സുഖം?
പിന്നെ ശ്വാസം കിട്ടാതെ കുട്ടികൾ മരിച്ചു എന്ന് പറയുന്ന വാർത്ത പച്ചക്കള്ളമാണ്. എല്ലാം അജണ്ടയാണ്. ഞങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു രേഖ കൊണ്ടുപോലും ശ്വാസം കിട്ടാതെ കുട്ടികൾ അവിടെ മരിച്ചു എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നാണ് ടോമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടോമിയുടെ വാദപ്രകാരം അവിടെ കുട്ടികളൊന്നും മരിക്കുന്നില്ല. എല്ലാവർക്കും നല്ല മന്തിയും നല്ല ബിരിയാണിയും ദിവസവും അവിടെ കിട്ടുന്നുണ്ട്. അവരത് കഴിച്ചുകൊണ്ട് സുഗമമായി ഉറങ്ങുകയാണ്. നിങ്ങൾ അവരെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി എന്നാണ് ടോമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത് എന്ന് എന്നോട് പറയാമോ? അപ്പൊ അഭിലാഷിനോട് ടോമി ചോദിക്കുകയാണ്, ഈ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നു, ശ്വാസം കിട്ടാതെ മരിക്കുന്നു, വെള്ളമില്ലാതെ മരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാർത്ത നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുന്നത്? ഞാൻ ഉദ്ധരിച്ചത് WHO, യുണിസെഫ്, ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഏജൻസി തുടങ്ങിയ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസികളെയും ലോകത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള വെസ്റ്റേൺ മീഡിയയുമാണ്. അത് ഇപ്പോൾ 18,500 കുഞ്ഞുങ്ങൾ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം പറയുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് തിരുത്തിയിട്ടുണ്ടാണ്. ഇപ്പോൾ ഗാസയിലെ മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളുടെയും സമയമായിട്ട് മുഹമ്മദ് ഒരു കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്നത് ജനിതക വൈകല്യം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ മുഹമ്മദ്മാരുടെയും എന്ന് വിചാരിക്കേണ്ട. ഞാൻ ഉദ്ധരിച്ച പേര് കൃത്യമായി വെസ്റ്റേൺ മീഡിയ റിപ്പോർട്ട് ചെയ്ത് വെരിഫൈ ചെയ്ത് തന്നെയാണ് അഹമ്മദ് അൽ റീനി എന്ന BBC ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യത്തിലുള്ള മുഹമ്മദിനെയാണ് ഞാൻ പറഞ്ഞത്. ആ വാർത്ത BBC ഞാൻ വാഷിംഗ്ടൺ പോസ്റ്റ് വായിക്കും. അമേരിക്കയിലെ ഷിക്കാഗോയിലെ വാഷിംഗ്ടൺ പോസ്റ്റ്. Some were killed in their beds, others while playing. Many were buried before they learned to walk. At least 18,500 Palestinian children have been killed in Israel's war in Gaza. Gaza is the most dangerous place in the world to be child, according to the United Nations Children Fund, UNICEF. The UNICEF executive director കാതറിൻ റസൽ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ യുണിസെഫും WHOയും ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ടോമിയുടെയും ആർസിയുടെയും ആരിഫ് ഹുസൈന്റെയും വാട്സാപ്പിൽ വന്നെങ്കിൽ എനിക്കത് ഉത്തരവാദിത്തമില്ല. ലോകം കാണുന്ന കാര്യമാണിത്. ഇത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ BBC, AFP, AP, ലോകത്തെ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള മാധ്യമം എന്ന് വിശേഷിപ്പിക്കുന്ന ഗാർഡിയൻ അടക്കമാണ് റിപ്പോർട്ട് ചെയ്തത്. ഞാൻ ഉദ്ധരിച്ച ഓരോ വാർത്തയും ഓരോ മരണവും ഓരോ കുറ്റവും തെളിവുകളോടെയാണ്. അത് എവിടെയും ഒരു മാധ്യമവും എവിടെയും തിരുത്തിയിട്ടില്ല. അഭിലാഷ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ അപ്രകാരം ഔദ്യോഗികമായി നമുക്ക് അവലംബിക്കാൻ പറ്റിയിട്ടുള്ള ലോകോത്തര മാധ്യമങ്ങൾ ഒന്നും ജിഹാദി ഫണ്ടൊന്നുമല്ല. അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ അഭിലാഷ് വായിച്ചു കൊടുക്കുകയാണ്. 2023 ഒക്ടോബർ 7 1500 പേര് തന്നെ ആളുകളെ അടിച്ചും ഇടിച്ചും ചവിട്ടിയും കുത്തിയും കഴുത്തു വെട്ടിയൊക്കെ ആയിട്ട് കൊല്ലുന്നു. കുറേ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് നമ്മൾ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തോടാണ് പാകിസ്ഥാനിൽ ഇങ്ങനെ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ പറയും പാകിസ്ഥാൻ പാവല്ലേ, അവർ ഇവിടെ വന്നിട്ടല്ലേ, അതുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ അതോ നമ്മൾ ആ രാജ്യത്ത് ഇനി മേലെ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവാതിരിക്കാൻ കാര്യം ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അത് സാമാന്യ നീതിയാണ്, അപ്പുറത്തായിട്ടുള്ള ഒരു സംഭവം ഇല്ല. അതെ, ഇസ്രായേലിലേക്ക് ഹമാസ് കയറിയിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു, ചവിട്ടുന്നു, കുത്തുന്നു. എന്താ തെളിവ്? ഒരു തെളിവില്ല. എന്നിട്ട് തെളിവ് വായിച്ച അഭിലാഷിനോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇതിനെന്താ തെളിവ്? അഭിലാഷ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ വായിച്ചു. ആധികാരികമായി നമുക്ക് ലോകാടിസ്ഥാനത്തിൽ അവലംബിക്കാൻ പറ്റിയിട്ടുള്ള വെസ്റ്റേൺ മീഡിയകളെ റിപ്പോർട്ട് ചെയ്തു വായിച്ചു. അതൊന്നും ടോമിക്ക് തെളിവല്ല. എന്നിട്ടോ ഇവൻ കുറെ കഥ ഇങ്ങനെ പറയാം, ഒക്കെ ഡ്രാമയാണ്, എല്ലാം പ്ലാനിങ് ആണ്, പിന്നെ ഇസ്രായേൽ പാവപ്പെട്ട ഒരു രാജ്യമാണ്, അവിടേക്ക് ഹമാസ് വരുന്നു, കുട്ടികളെ കൊല്ലുന്നു, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. നോ തെളിവ്, ഒരു തെളിവില്ല. എന്നിട്ട് അഭിലാഷ് തിരിച്ചൊന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് എവിടുന്നാ കിട്ടിയത് എന്ന്. ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ധരിക്കുന്നത് യുണിസെഫിനെ, WHO-യെ, UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയെ തുടങ്ങിയവയാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, UN ഈ കണക്ക് എവിടുന്നാണ് കിട്ടുന്നതെന്ന്. പോട്ടെ, അദ്ദേഹത്തിന് ഈ കണക്ക് എവിടുന്നാണ് കിട്ടുന്നത്? UN-ന്റെ ഏജന്റ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പിഞ്ചു മക്കൾ ഭക്ഷണം കിട്ടാതെ കരയുന്ന വീഡിയോ കണ്ടിട്ട് പോലും, ഒന്നും രണ്ടും വീഡിയോ അല്ല, ആയിരക്കണക്കിന് വീഡിയോ ലോകോത്തര വെസ്റ്റേൺ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അതൊക്കെ ഡ്രാമയാണ്, എല്ലാം അഭിനയമാണ് എന്ന് പച്ചയായ യാഥാർത്ഥ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടതിനെ ശരിവെച്ചുകൊണ്ട് അതിലൊരു പ്രശ്നവുമില്ല, അതിൽ ഇസ്രായേലിന്റെ ഭാഗത്താണ് നീതി എന്ന് പച്ചക്ക് വിളിച്ചു പറയുന്ന ഈ എസൻസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടന, ഈ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന രവിചന്ദ്രനെ പോലോത്ത, ആരിഫ് ഹുസൈനെ പോലോത്ത, ഇപ്പോൾ ഇവിടെ സംവാദം നടത്തിയ ടോമിയെ പോലോത്ത ആളുകൾക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയവുമാണ്. ഞാൻ അവരോടല്ല പറയുന്നത്. മതം വിട്ടിട്ട്, ഇസ്ലാം മതം വിട്ടിട്ട് അല്ലെങ്കിൽ മറ്റു മതങ്ങൾ വിട്ടിട്ട് മതത്തിൽ കൊലയുണ്ട്, കൊലപാതകമുണ്ട്, കൊല്ലലുണ്ട്, അധാർമികതയുണ്ട്. മുഹമ്മദ് നബി 1400 വർഷം മുമ്പ് ബദർ നടത്തി, ഉഹദ് നടത്തി, ബനു ഖുറൈള നടത്തി, അതിൽ കുട്ടികളെ കൊന്നു എന്നൊക്കെ വാദിച്ചിട്ട് ഇസ്ലാം മതം വിട്ടുപോയിട്ട് ഈ പറയുന്ന എസൻസ് എന്ന് പറയുന്ന മൃഗീയ സംഘടനയിൽ പോയിട്ട് അംഗത്വമെടുക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള എക്സ് മുസ്ലിമുകളോടും അപ്രകാരമുള്ള സ്വതന്ത്ര ചിന്തകരോടുമാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട് ഈ മതം വിട്ടിട്ട് അവിടെ പോയിട്ട് മുഹമ്മദ് നബി 1400 വർഷം മുമ്പ് യുദ്ധം ചെയ്തു എന്ന് വാദിക്കാൻ? അവർ ഇസ്ലാം മതം വിടുന്നു. എന്താ കാരണം? മതത്തിൽ അധാർമികതയുണ്ട്, കൊല്ലലുണ്ട്, കൊലയുണ്ട്. 1400 വർഷം മുമ്പ്
മുഹമ്മദ് നബി ബനൂ ഖുറൈള നടത്തി. അതിൽ കുട്ടികളെ കൊന്നു. പച്ചക്കള്ളമാണ്. ഇനി അവരുടെ വാദപ്രകാരം തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ കുട്ടികളെ കൊന്നു. ബദ്ർ യുദ്ധം നടത്തി, ഹൈബർ യുദ്ധം നടത്തി, എല്ലാത്തിലും കൊലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മതം വിട്ടുപോകുന്ന മനുഷ്യരെ, എന്നിട്ട് ഈ പറയുന്ന എസൻസിൽ പോയിട്ട് അംഗത്വമെടുക്കുന്ന സ്വതന്ത്രവാദികളെ, നിങ്ങൾക്ക് ഈ മതം വിട്ട് പോയിട്ട് അതിൽ പോയി അംഗത്വമെടുത്തിട്ട് മതത്തിൽ തെറ്റുണ്ടെന്ന് പറയാൻ എന്ത് ധാർമ്മികതയുണ്ട്? എന്ത് ധാർമ്മികതയുണ്ട് നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? ഈ പറയുന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി കുട്ടികളെ കൊന്നു അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നു എന്ന് പറയുന്ന ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയും? നോ, നിങ്ങൾക്കത് ചോദിക്കാൻ പോലും അവകാശമില്ല ഈ എസൻസിൽ പോയിട്ട് നിങ്ങൾ അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിൽ. കാരണം ലൈവായിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പല്ല, 1200 വർഷങ്ങൾക്ക് മുമ്പല്ല, ലൈവായിട്ട് പിഞ്ചുമക്കളെ കൊന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ പട്ടിണിക്കിട്ടിട്ട് അവർക്ക് വെള്ളം പോലും കൊടുക്കാതെ അവരെ പ്രയാസപ്പെടുത്തിയിട്ട് 60,000-ഓളം വരുന്ന മനുഷ്യരെ വെടിവെച്ച് മിസൈലിട്ട് തകർത്ത് കളഞ്ഞിട്ട് കൊന്നുകളഞ്ഞിട്ട് ആ ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് 1400 വർഷം മുമ്പ് മുഹമ്മദ് നബി കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ വാദമുയർത്താൻ എന്ത് ധാർമ്മികതയുണ്ട്? ചോദിക്കാണ്. നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നോ. എന്നെ 2 ആഴ്ച മുമ്പ് ഒരു എക്സ് മുസ്ലിം ഗ്രൂപ്പിൽ ചേർത്തു. എന്നിട്ട് അവരെന്നോട് ഡിബേറ്റ് ചെയ്യാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈളയിൽ കുട്ടികളെ കൊന്നു, അത് ശരിയാണോ? ഞാൻ പറഞ്ഞു, ബനൂ ഖുറൈളയിൽ കുട്ടികളെ കൊന്നിട്ടില്ല, യോദ്ധാക്കളെ മാത്രമേ കൊന്നിട്ടുള്ളൂ എന്ന് ബുഖാരിയുടെ ഹദീസിൽ വ്യക്തമായുണ്ട്. അവർ സമ്മതിക്കുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, 1400 വർഷം മുമ്പ് മുഹമ്മദ് നബി ഇപ്പൊ നിങ്ങളുടെ വാദപ്രകാരം കൊന്നു എന്ന് വെക്കുകയാണെങ്കിൽ പോലും 100-ന് താഴെ കുട്ടികളെ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയൂ നിങ്ങളെ വാദപ്രകാരം. എന്നാൽ ലൈവായിട്ട് ഇപ്പോൾ ബൈബിളിന്റെ വചനമെടുത്ത് അമലേക്കരെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയതുപോലെ ഗസയിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുമെന്ന് നെതന്യാഹു പ്രസംഗിച്ച് ഇപ്പോഴും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, പട്ടിണിക്കിട്ട് കൊല്ലുന്ന, വെടി ഉയർത്തിക്കൊല്ലുന്ന 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു ഈ ഒറ്റ വർഷത്തിൽ എന്ന് രേഖപ്പെടുത്തുന്ന ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ സംസാരിക്കാനില്ലേ? അവിടെ ഓതിയ ബൈബിൾ വചനം നിങ്ങൾക്ക് സംസാരിക്കാനില്ലേ എന്ന് ചോദിച്ചപ്പോ അതിലെ പലരും എന്നോട് സംസാരിക്കാൻ വന്നിട്ടുള്ള എക്സ് മുസ്ലിം ആണെന്ന് പറയുന്നവൻ പോലും പറഞ്ഞത്, ഇസ്രായേൽ ഫലസ്തീൻ വിഷയം എടുക്കണ്ട, അത് നമുക്ക് വ്യക്തമായി അറിയില്ല, അതിൽ പല പ്രശ്നങ്ങളുമുണ്ട്, നിങ്ങൾ ബനൂ ഖുറൈളയിലേക്ക് വരൂ. ലൈവായിട്ട് 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്ന വിഷയം എടുക്കന്നെ വേണ്ട. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി ഒരു 100 കുട്ടികളെ കൊന്നു, അത് നമുക്ക് അതെടുക്കാം. ഇതാണ് ചർച്ച. വേറെ കുറെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞതോ ഇസ്രായേലിന്റെ ഭാഗത്താണ് നീതി. അതൊന്നും നമ്മുടെ വിഷയമല്ല, നമുക്ക് ഇപ്പോൾ ബനൂ ഖുറൈള ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു, ലൈവായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന്, അതും 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അത് ചർച്ചയ്ക്ക് വേണ്ട. നിങ്ങൾക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി കൊന്നോ എന്നുള്ളതാണ് ചർച്ചയ്ക്ക് എടുക്കേണ്ടതെങ്കിൽ തൽക്കാലം ഇപ്പം ഞങ്ങളോട് സംസാരിക്കാനില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോന്നു. ഇതാണ് അവസ്ഥ. ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇസ്ലാം മതം വിട്ട് ബനൂ ഖുറൈളയുടെ പേര് പറഞ്ഞ് ഇസ്ലാം മതം വിട്ടിട്ട് എസൻസിൽ പോയി അംഗത്വമെടുത്ത എക്സ് മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട് നിങ്ങൾക്ക് ഈ പേരും പറഞ്ഞ് ഇസ്ലാം മതത്തെ വിമർശിക്കാൻ?